അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കയ്യേറ്റക്കാർ നടത്തുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ US സ്ഥാനപതി മൈക്ക് ഹക്കബി. നബ്ലൂസിനടുത്തുള്ള കുസ്ര എന്ന ഫലസ്തീൻ ഗ്രാമത്തിൽ ഫലസ്തീൻ കുടുംബങ്ങളെ ഉപരോധിച്ച ഇസ്രായേലി കയ്യേറ്റക്കാരെ ഇസ്രായേലി ഭീകരർ എന്നാണ് ഹക്കബി പരസ്യമായി വിശേഷിപ്പിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ കുസ്രയിൽ സംഭവിച്ചത്? ഹക്കബിയുടെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്താണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കുസ്ര ഗ്രാമത്തിലെ 3 ഫലസ്തീൻ വീടുകളാണ് ഇസ്രായേലി കയ്യേറ്റക്കാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉപരോധിച്ചത്. 2 കുട്ടികൾ ഉൾപ്പെടെ 15 പേരടങ്ങുന്ന കുടുംബങ്ങളുടെ കുടിവെള്ളവും വൈദ്യുതിയും മറ്റ് അവശ്യ വിതരണങ്ങളും കയ്യേറ്റക്കാർ തടഞ്ഞു. വീട് വിട്ടിറങ്ങിയാൽ ഈ മണ്ണും വീടും കയ്യേറ്റക്കാർ ഉടനടി പിടിച്ചെടുക്കുമെന്ന ഭയത്താൽ സ്വന്തം വീടുകളിൽ തടവിലാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇവർ. ഈ സംഭവം വൻ വിവാദമായതോടെയാണ് എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ ഹക്കബി ഈ അക്രമങ്ങളെ അതിശക്തമായി അപലപിച്ചത്. ഒരു കുടുംബത്തെ ഭയപ്പെടുത്താനും ഉപദ്രവിക്കാനും ലക്ഷ്യമിട്ട് നടത്തിയ ഈ ഭീകര പ്രവർത്തനം അറപ്പുളവാക്കുന്നതാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു ന്യായീകരണവുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. US എംബസിയുടെ ഇടപെടലിനെ തുടർന്ന് ഇസ്രായേലി സൈന്യവും പോലീസും സ്ഥലത്തെത്തി കയ്യേറ്റക്കാരെ നീക്കാൻ ശ്രമിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഹക്കബിയുടെ ഈ പരാമർശം പുറത്തു വന്നതിന് പിന്നാലെ വിവിധ തലങ്ങളിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങളാണ് ഉയർന്നുവന്നത്. കുസ്രയിലെ ഫലസ്തീൻ കുടുംബങ്ങളും ഇരകളും ഹക്കബിയുടെ പ്രതികരണത്തിന് പിന്നാലെയുണ്ടായ സൈന്യത്തിന്റെ നീക്കത്തിൽ കടുത്ത സംശയം പ്രകടിപ്പിച്ചു. ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾ വെറുമൊരു ക്യാമറ നാടകം മാത്രമാണെന്ന് ഫലസ്തീനികൾ ആരോപിക്കുന്നു. സൈനികരും കയ്യേറ്റക്കാരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെയും ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ മുൻപും പുറത്തു വന്നിട്ടുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗവും ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയവും ഈ ഉപരോധത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയോ മൗനാനുവാദത്തോടെയോ ആണ് ഈ അക്രമങ്ങൾ നടക്കുന്നത് എന്നും ഫലസ്തീനികളെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കാനാണ് ഈ ശ്രമമെന്നും UN മുന്നറിയിപ്പ് നൽകി. മൈക്ക് ഹക്കബിയുടെ പ്രസ്താവനയെ ശരിവെക്കുന്ന പ്രസ്താവനയാണ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരുടെയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. വെസ്റ്റ് ബാങ്കിലെ സമാധാനം ഇസ്രായേലിന്റെ തന്നെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ വൈറ്റ് ഹൌസ് കയ്യേറ്റക്കാരുടെ അതിക്രമങ്ങൾ തടയുന്നതിൽ ഇസ്രായേൽ ഭരണകൂടം പരാജയപ്പെടുന്നതിലുള്ള കടുത്ത ആശങ്ക നെതന്യാഹുവിന്റെ ഓഫീസിനെ നേരിട്ടറിയിക്കുമെന്നും വ്യക്തമാക്കി. അതേസമയം പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദമായതോടെ ഹക്കബി തന്റെ വാക്കുകളിൽ ചെറിയൊരു വ്യക്തത വരുത്താൻ ശ്രമിച്ചു. തന്റെ വിമർശനം വെസ്റ്റ് ബാങ്കിലെ മുഴുവൻ ഇസ്രായേലി കുടിയേറ്റക്കാർക്കും എതിരല്ലെന്നും അക്രമം നടത്തുന്ന വളരെ ചെറിയ ഒരു തീവ്രവാദ വിഭാഗത്തിനെതിരെ മാത്രമാണെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. മറുഭാഗത്ത് കൂടുതൽ കുടിയേറ്റക്കാരോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും കുടിയേറ്റക്കാരെ പിന്തുണച്ച് സംസാരിക്കുന്നുണ്ട്. 1967 മുതൽ ഇസ്രായേൽ കയ്യേറിയ വെസ്റ്റ് ബാങ്കിൽ ഇന്ന് 5 ലക്ഷത്തിലധികം ഇസ്രായേലി കുടിയേറ്റക്കാരാണ് 30 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾക്കിടയിൽ ജീവിക്കുന്നത്. ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിൽ തുടരാൻ ഈ തീവ്ര വലതുപക്ഷ കുടിയേറ്റക്കാരുടെ പിന്തുണ അത്യാവശ്യമായതിനാൽ ഇസ്രായേൽ ഭരണകൂടം ഇത്തരം അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്.